നല്ല കാര്യമല്ലേ? ശശി തരൂർ വിദേശയാത്ര ചെയ്യുന്നതിന് എന്താ കുഴപ്പം നിങ്ങൾക്ക്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞിടത്തുണ്ട്, കോൺഗ്രസ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ 52 വെട്ട് ശരിയാക്കി കളയാമെന്ന് പറയുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അതാണ് പാർട്ടിയുടെ സൗന്ദര്യവും. പക്ഷേ പാർട്ടിയുടെ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിലെവിടെയെങ്കിലും ആ ലക്ഷ്മൺ രേഖ ലംഘിക്കുന്നു പാർട്ടിക്ക് തോന്നുമ്പോൾ പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്ന് വെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, അതൊന്നും സംശയമില്ല. ശശി തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യമായ ഘടകമായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. നിർണായകമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആരും പ്രചരണത്തിന് ക്ഷണിച്ചില്ല എന്ന് തരൂർ നടത്തിയ പ്രസ്താവനയാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. പാർട്ടി ഒറ്റക്കെട്ടായി പൊരുതുമ്പോൾ സ്വന്തം പാർട്ടിയെ ദുർബലമാക്കുന്ന നിലപാട് തരൂർ സ്വീകരിച്ചതിൽ ഹൈക്കമാൻഡിന് കടുത്ത അമർഷമുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം നിലമ്പൂരിലേക്ക് വരണമെന്ന് പറഞ്ഞ് ഒരു മിസ്ഡ് കോൾ പോലും ലഭിച്ചില്ല. ക്ഷണിക്കാതെ ഒരിടത്തും പോകാറില്ല. ഇതായിരുന്നു തരൂരിന്റെ പ്രതികരണം. ഈ പ്രസ്താവനയാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. പാർട്ടി ഒറ്റക്കെട്ടായി പൊരുതുന്ന സമയത്ത് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരൂരിന്റെ പ്രതികരണം പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്നതാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നു. ഈ വിവാദങ്ങൾക്കിടയിലാണ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കാതെ തരൂർ MP വീണ്ടും വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നത്. UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള 2 ആഴ്ചയോളം നീളുന്നതാണ് യാത്ര. വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയിലാണെങ്കിലും പാർട്ടിയിൽ പുതിയൊരു പൊട്ടിത്തെറിക്ക് ഇത് വഴി തെളിയിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് അനുസരിച്ച് മാറ്റമുണ്ടാകുന്നതിന്റെ കാഴ്ചയാണ് ശശി തരൂരിൽ കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ശശി തരൂർ കാലങ്ങളായി ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന നേതാവാണ്. അനിവാര്യമായ മാറ്റമാണ് അതെന്നും കോൺഗ്രസ് വിടണോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് ശശി തരൂരാണെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതേസമയം തരൂരിന്റെ പ്രകോപനങ്ങളിൽ വീഴേണ്ടതില്ലെന്നും അദ്ദേഹത്തെ പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതില്ലെന്നുമുള്ള കടുത്ത നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കണ്ടില്ലെന്ന് നടിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം. പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെതിരെ മറ്റു നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഹൈക്കമാൻഡ് വിലക്കിയിട്ടുണ്ട്. തരൂരിന്റെ പ്രസ്താവനകളെ പൂർണ്ണമായി അവഗണിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഒരു കാരണം കണ്ടെത്തി തന്നെ പാർട്ടി പുറത്താക്കി എന്ന പൊതുവികാരം സൃഷ്ടിക്കാനാണ് തരൂർ ശ്രമിക്കുന്നതെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട്. അതിനാൽ തരൂർ സ്വയം പുറത്തു പോകട്ടെ എന്ന നിലപാട് നേതൃത്വം എടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സത്യമാകണമെന്നില്ല. തരൂരിന്റെ പക്ഷം ഇങ്ങനെയാണ്. തന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ലെന്ന് ഉള്ള ഒരു പരാതി. വിദേശ പര്യടനം പോലുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ അറിയാതെ തരൂർ സ്വന്തം വഴിക്ക് നീങ്ങുന്നത് കോൺഗ്രസിനുള്ളിലെ ഭിന്നത രൂക്ഷമാക്കുകയാണ്. 3 മാസം മുൻപ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ ചർച്ചയായിരുന്നു. പാർട്ടിക്ക് ദോഷകരമായതൊന്നും ചെയ്യില്ലെന്ന് അന്ന് തരൂർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തരൂർ ഈ ഉറപ്പ് ലംഘിച്ചുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഓപ്പറേഷൻ സിന്ദൂർ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് MP-മാരുടെ സംഘത്തിന്റെ തലവനായിരുന്നല്ലോ ശശി തരൂർ. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിലെ നിലപാട് അടക്കം താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പിന്നാലെയാണ് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും കാണാൻ ശശി തരൂർ സമയം തേടുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് വ്യക്തം. താൻ എങ്ങോട്ടും പോകുന്നില്ലെന്നും കോൺഗ്രസ് അംഗമായി തുടരുമെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് BJP-യിലേക്ക് പോകില്ല എന്നുള്ളതായിരിക്കാം തരൂർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂർ AICC നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചില്ലെങ്കിലും നേതൃത്വം താല്പര്യം കാണിച്ചില്ലെന്നും റിപ്പോർട്ടുണ്ട്. അതായത് ശശി തരൂരും ഒരുപോലെ കുറ്റക്കാരാണെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. ശശി തരൂരിന്റെ നിലമ്പൂർ വിഷയത്തിലുള്ള പരാമർശത്തിനെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും MP രാജ്മോഹൻ ഉണ്ണിത്താനും ശക്തമായി പ്രതികരിച്ചിരുന്നു. പ്രവർത്തക സമിതി അംഗങ്ങളെ പോലുള്ള മുതിർന്ന നേതാക്കളെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രത്യേകമായി ആരും ക്ഷണിക്കാറില്ല. അവർ സ്വയം സന്നദ്ധരായി എത്തുകയാണ് പതിവ്. തരൂർ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. അവിടെ ആരുടെയും കല്യാണമല്ല നടക്കുന്നത്, ഉപതെരഞ്ഞെടുപ്പാണ്. തരൂരിന്റെ കൂറ് മോദിയോടാണ്, ശരീരം കോൺഗ്രസിലും. പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് ഉണ്ണിത്താൻ MP പ്രതികരിച്ചത്. എന്തു തന്നെയായാലും ഇനി അങ്ങോട്ട് പരസ്യ പ്രതികരണങ്ങൾ പാടില്ലെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്.
ഈ വിവാദങ്ങൾ കോൺഗ്രസിനെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലും എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. അതായത് തരൂർ ഈ വിഷയവും വിവാദങ്ങളും സൃഷ്ടിക്കുന്നത് നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ്. ഇത് ബാധിക്കുമോ എന്നും തരൂരിന്റെ പൊളിറ്റിക്കൽ ഭാവി എങ്ങനെയാണെന്നും നമുക്ക് അറിയാനുണ്ട്.